G&G വിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കേരളത്തിലെ ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയ്ക്കടുത്ത് പാണാവള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന ക്ഷേത്രമാണ് തൃച്ചാറ്റുകുളം മഹാദേവ ക്ഷേത്രം. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന ഐതിഹ്യമുള്ള ക്ഷേത്രം തൃച്ചാറ്റുകുളം ദേശത്തിലെ പ്രമുഖ ക്ഷേത്രമാണ്. പുരാതന കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ പറയുന്ന ചാറ്റുകുളമാണ് ഈ ശിവക്ഷേത്രം. പ്രധാന മൂർത്തിയായ ശ്രീ പരമശിവൻ ഈ ക്ഷേത്രത്തിൽ വടുതലേശൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. പരശുരാമ പ്രതിഷ്ഠയാണ് ഇവിടുത്തെ ശിവലിംഗം എന്ന് വിശ്വസിക്കുന്നു. കിഴക്ക് ദർശനമായിട്ടാണ് ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. കേരള തനിമയിൽ പണി തീർത്തിയിട്ടുള്ളതാണ് ഇവിടുത്തെ നാലമ്പലവും ബലിക്കൽപുരയും. മനോഹരമായ താരുശില്പങ്ങളാൽ സമ്പന്നമാണിത്. നാലമ്പലത്തിനും ബലിക്കൽപുരയ്ക്കും പുറത്തായി വലുപ്പമേറിയ ആനക്കൊട്ടിലും അതിനു ചേർന്ന് കിഴക്കേ നടയിൽ ഗോപുരവും പണി തീർത്തിട്ടുണ്ട്. ആനക്കൊട്ടിലിൻ്റെ വലുപ്പം നോക്കുമ്പോൾ ഗോപുരം വളരെ ചെറുതാണ്. ബലിക്കൽപുരകളും ആനക്കൊട്ടിലിനും ഇടയിലായി ചെമ്പിൽ നിർമ്മിച്ചിരിക്കുന്ന ധ്വജസ്തംഭവും നമുക്കിവിടെ കാണാം. കിഴക്കേ ഗോപുരത്തിൻ്റെ വടക്കു ഭാഗത്തായി ഈശാന കോണിൽ ക്ഷേത്രക്കുളം നിർമ്മിച്ചിട്ടുണ്ട്. കേരള തനിമ വിളിച്ചോതക്കവിടമുള്ള ശില്പനിർമ്മാണ മാതൃകയാണ് ഇവിടെയും കാണുന്നത്. ഏകദേശം 1000 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണിത്. പ്ലാവിൻതടി നിർമ്മിച്ചിരിക്കുന്ന താരുശില്പങ്ങൾ ഇവിടത്തെ ശ്രീകോവിൽ പണിതീർത്തിട്ടുണ്ട്. നാലമ്പലവും ബലിക്കൽപുരയും ഓടുമേഞ്ഞിരിക്കുന്നു. 5 പൂജകളുള്ള ശിവക്ഷേത്രമാണിത്. ശിവക്ഷേത്രത്തിൽ 3 ശൈവേലികളും നിത്യേന പതിവ് കൽപ്പിച്ചിട്ടുണ്ട്. ഗണപതി, ഭഗവതി, നാഗയക്ഷി തുടങ്ങിയവർ ആണ് ഉപദേവതകൾ. മകരമാസത്തിൽ നടത്തുന്ന മകരഭരണി ഉത്സവം ഇവിടെ കൊടിയേറി 10 നാൾ ആഘോഷിക്കുന്നു. തൃച്ചാറ്റുകുളം ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടി കയറുന്നതിന് 3 മാസങ്ങൾക്ക് മുൻപ് ദേശമുറക്ക് എന്ന ആചാരം നിലനിന്നിരുന്നു. ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് അരക്കുറ്റിയിലെത്തി തെള്ളിക്കാട്ട്, അങ്ങാടി, ചൗക്ക, കളപ്പുര, മത്താനം, പതിയങ്കാട്ട് എന്നീ സ്ഥലങ്ങളിൽ പാലക്കമ്പ് കുത്തി തൃച്ചാറ്റുകുളത്തപ്പൻ്റെ അതിശക്തി ഉറപ്പിക്കുന്ന ചടങ്ങായിരുന്നു ദേശമുറക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.